എറണാകുളം പുത്തൻകുരിശിൽ നായ കുട്ടിയോട് ക്രൂരത. കെമിക്കൽ ലായനി മുഖത്തൊഴിച്ചതോടെ നായയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റു. പുത്തൻകുരിശ് സ്വദേശി നയനയുടെ വളർത്തുനായയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അയൽവാസികൾക്ക് പങ്കുണ്ടോ എന്നാണ് സംശയം. സൈഫുനീസ്, ഇത് എന്താണ് സംഭവം? സേതുലക്ഷ്മി, ഇത് കഴിഞ്ഞ 10-ാം തീയതി ഉണ്ടായ സംഭവമാണ്. 10-ാം തീയതി തന്നെ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പൂപ്പി എന്ന് പറയുന്ന ഈ പുത്തൻകുരിശ് മോനിപ്പള്ളിയിലുള്ള നയനമോൾ എന്ന് പറയുന്ന ആളുടെ നായ്ക്കുട്ടിയാണ്. 3 മാസം പ്രായമുള്ള നായ്ക്കുട്ടിയാണ്. ഈ നായ്ക്കുട്ടിക്ക് നേരെയാണ് ക്രൂരത ഉണ്ടായിരിക്കുന്നത്. ആരാണെന്ന് വ്യക്തമല്ലെങ്കിലും പോലീസ് നൽകിയ പരാതിയിൽ ഈ അയൽവാസിയുടെ പങ്ക് സംശയിക്കുന്നുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട്. കാരണം നേരത്തെ മുതൽ ഈ നായ കടിക്കാൻ ചെല്ലുന്നു എന്നടക്കമുള്ള പരാതികൾ ഇവർ ഉന്നയിച്ചിരുന്നു. പിന്നെ അതേ തുടർന്ന് ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു അയൽവാസികൾ. അതിലുള്ള പകയായിരിക്കാം ഇപ്പോൾ ഈ നായ്ക്കുട്ടിയോട് ചെയ്തതെന്ന സംശയം ഈ പരാതിയിൽ ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുത ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും ഈ കെമിക്കൽ ലായനി മുഖത്തൊഴിച്ചതോടെ ഈ നായ്ക്കുട്ടിയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒരു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ അതിൻ്റെ കരളിൻ്റെയും കിഡ്നിയുടെയും എല്ലാം തന്നെ പ്രവർത്തനത്തെ ഈ കെമിക്കൽ ലായനി വായ്ക്കകത്തേക്ക് പോയി ശരീരത്തിനകത്തേക്ക് പോയതോടെ ആന്തരികാവയവങ്ങളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നയനയുടെ പരാതിയിൽ പറയുന്നത്. ഇതിൽ പുത്തൻകുരിശ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കാലുകൾക്കൊക്കെ അടക്കം പൊള്ളലേറ്റ രീതിയിലാണ്. കാരണം ഈ ലായനി ദേഹത്തൊഴിച്ച് ആ ലായനിയിൽ കയറി നിന്ന് അങ്ങനെ ഒരു പരിക്കുണ്ടായതാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിൽ ഈ ചികിത്സയിലാണ് ഈ നായ്ക്കുട്ടി. പക്ഷേ വളരെ ക്രൂരമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആരാണെങ്കിലും ഒരു മനുഷ്യ ജീവനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒക്കെ ഒരു ജീവനല്ലേ, അതിന് നേരെ ഉണ്ടാകുന്ന ഒരു അതാണ്. ഇതിപ്പോ നായെന്നോ മനുഷ്യനോ ഇല്ല, എല്ലാം ജീവനാണല്ലോ. ഇത് എങ്ങനെയാണ് ഈ ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യുന്നത് ആരാണെന്നേ? ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ. ശരി സൈഫുനിസ.